തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലൊരു വേദിയിൽ പങ്കുവച്ചിരുന്നു. 250 ജോഡി വസ്ത്രങ്ങൾ കൈവശം വെച്ചു എന്ന ആരോപണമാണ് താൻ കോൺഗ്രസ് നേതാവും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയുമായ അമർ സിംഗ് ചൗധരിയിൽ നിന്ന് കേട്ടത് എന്നാണ് അഭിമുഖത്തിൽ മോദി പങ്കുവച്ചത്. 250 കോടി രൂപ മോഷ്ടിച്ച മുഖ്യമന്ത്രിയെയാണോ അതോ 250 ജോഡി വസ്ത്രങ്ങൾ കൈവശം വെച്ച മുഖ്യമന്ത്രിയെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് താൻ ജനങ്ങളോട് ചോദിച്ചു. ജനങ്ങൾ 250 ജോഡി വസ്ത്രങ്ങൾ ധരിച്ച ഒരു മുഖ്യമന്ത്രിയെ അനുകൂലിച്ചാണ് പ്രതികരിച്ചത്. അതുപോലെ തന്നെ പ്രതിമാസം 1.6 ലക്ഷം രൂപ ഔദ്യോഗിക ശമ്പളം വാങ്ങുന്ന പ്രധാനമന്ത്രിയുടെ വിലയേറിയ വസ്ത്രധാരണത്തെ ഉയർത്തിക്കാട്ടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരിക്കൽ മോദിയുടെ ഫാഷൻ സെൻസിനെ വിമർശിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് 63 വർഷങ്ങൾക്ക് ശേഷം BJPയുടെ കോട്ടയായ ഗുജറാത്തിൽ നടക്കുന്ന AICCയുടെ കോൺഗ്രസിനെ കുറിച്ചാണ്. സമൂഹ മാധ്യമത്തിൽ ചർച്ചാ വിഷയമാകുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ ധരിച്ച ഷൂസും അതിന്റെ വിലയുമാണ്. ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാൻ പോയപ്പോൾ മന്ത്രി വീണ ജോർജ് ധരിച്ച ബാഗിന്റെ വില ചർച്ചയായതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഷൂസും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ താരമാകുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന AICC സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ക്ലൗഡ് ടിൽറ്റിന്റെ വിലയേറിയ ഷൂസാണ് VD സതീശൻ ധരിച്ചതെന്ന് സോഷ്യൽ മീഡിയയിൽ ചിലർ കണ്ടെത്തിയിരുന്നു. ഷൂവിന് പിന്നാലെ കൂടിയവർ ഇതിന്റെ വില ഓൺലൈനിൽ തപ്പിയപ്പോൾ കണ്ടത് 3 ലക്ഷം രൂപ എന്നാണ്. പിന്നാലെ തന്നെ വിമർശനങ്ങളും കമന്റുകളും എത്തിയിരുന്നു. ചിലർ ഇതിന്റെ ഫോട്ടോയും വിലയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു. വീണയുടെ ബാഗ് കണ്ടവർ സതീശന്റെ ഷൂ കാണാതെ പോകുന്നത് എങ്ങനെ? 70,000 രൂപ ശമ്പളം വാങ്ങുന്ന സതീശന് ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി 3 ലക്ഷത്തിന്റെ ഷൂ വാങ്ങാൻ മാത്രം എവിടുന്നാണ് ഇത്രയും പണം വരുന്നത്? ഒറിജിനൽ ആണെങ്കിൽ സോഴ്സ് കാണിക്കേണ്ടി വരും തുടങ്ങിയ കമന്റുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ ഷൂവിന്റെ ചിത്രം കാണിച്ച് കമ്മികൾ സതീശനെ പരിഹസിക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. തനിക്ക് പാകമില്ലാത്തതിനാൽ രാഹുൽജി സതീശന് കൊടുത്തതാകാം. അല്ലാതെ ഇത്രയും വിലയുള്ള ഷൂ വാങ്ങാൻ സതീശന് പിരാന്തുണ്ടോ? വ്യാജനാണെങ്കിൽ കമ്പനിക്ക് സതീശനെതിരെ കേസ് കൊടുക്കാം, പിഴ അടക്കേണ്ടി വരും. ഇങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ. ഒരു നീണ്ട സംസാരമാണ് ഷൂസിനെ പറ്റിയും സതീശനെ പറ്റിയും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ പോയപ്പോൾ ധരിച്ച കറുത്ത നിറമുള്ള ബാഗിന്റെ ബ്രാൻഡും അതിന്റെ വിലയും അന്വേഷിച്ച് അന്ന് സമൂഹ മാധ്യമം പോയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തങ്ങളും ലളിത ജീവിതവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു. സതീശന്റെ ഈ ഷൂസിന്റെ വിലയും രാഹുൽ ഗാന്ധി അന്ന് മോദിയുടെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച. മാത്രമല്ല, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ അച്ചൂമ്മൻ ധരിച്ച വസ്ത്രങ്ങളുടെ വിലയും സമൂഹ മാധ്യമങ്ങളിൽ ചൂടൻ ചർച്ചയായിരുന്നു. ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി ധരിച്ച ടീഷർട്ടിന്റെ വിലയും സംഘപരിവാർ സമൂഹ മാധ്യമ ഹാൻഡിലുകൾ രാജ്യത്തൊട്ടാകെ ചർച്ചയാക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ എതിർ പാർട്ടി ഇതൊരു വിമർശനമായി ഉയർത്തിയാലും ഒരു പബ്ലിക് ഫിഗർ എന്നതിലപ്പുറത്തേക്ക് അവർക്കും വ്യക്തിപരമായ ഒരു ജീവിതം ഉണ്ടെന്നും വ്യക്തിപരമായ ചോയ്സുകൾ ഉണ്ടെന്നും ഈ കമന്റ് ചെയ്യുന്ന പ്രബുദ്ധരായ മലയാളികൾ ഓർക്കേണ്ടതാണ്. കൂടാതെ അതിൽ കടന്നു ചെന്ന് വ്യക്തിഹത്യ ചെയ്യുന്നതിൽ ഒരു പരിധിയും ഉണ്ടെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.